അതേട്ടായി അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലേക്കൊന്ന് ചെല്ലാൻ പറഞ്ഞേ. അപ്പൊ നാളെ ഞാനൊന്ന് വീട്ടിൽ പോട്ടാ, വൈകുന്നേരം ആകുമ്പത്തേക്ക് തിരിച്ചു വരാം. അതെ ചക്ക പഴുത്തിട്ടുണ്ട്, അത് കൊണ്ടുവരാനാണ്. അമ്മേ എന്താണ്? നാളെ ഞാൻ എന്റെ വീട് വരെ പോവട്ടാ. എന്താണ് പെട്ടെന്നൊരു പോക്ക്? അത് അമ്മ ഒന്ന് ചെല്ലാൻ പറഞ്ഞ്, അവിടെ ചക്ക പഴുത്തിട്ടുണ്ട്. ഞാൻ രാവിലെ പോയിട്ട് വൈകുന്നേരം തന്നെ തിരിച്ചു വരാം. പോണാരേ അച്ഛനോടും കൂടി പറഞ്ഞേക്ക്. ഞാൻ അച്ഛനോട് പറഞ്ഞു. അച്ഛാ എന്താണ് മോളെ? അതെ നാളെ ഞാൻ എന്റെ വീട് വരെ പോകട്ടാ. എന്താണ് പ്രത്യേകിച്ചല്ലോണ്ടാ? അവിടെ ചക്ക പഴുത്തിട്ടുണ്ട്, അപ്പൊ അമ്മ ഒന്ന് ചെല്ലാൻ പറഞ്ഞു. എന്നാ ശരി മോള് നടപ്പോ. അല്ല അമ്മനോട് പറഞ്ഞ പോണാര്യം? ഞാൻ പറഞ്ഞു. എന്നാ ശരി നടപ്പോട്ടാ. വൈകുന്നേരം തന്നെ വരൂലേ? വരൂ അച്ഛാ. ശരി ശരി. ഹലോ എന്താണ് ഏട്ടായി? അല്ല, ഒരു ഓട്ടോറിക്ഷ ഇറങ്ങി പോകണ്ടല്ലോ. ആരെങ്കിലും വന്നാണ്? ആരും വന്നതല്ല, അച്ഛനും അമ്മയും പോയതാണ്. കണ്ടില്ല പോരാ? ഇല്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. അല്ല, അവരോട് പോയതാണ്? അതെനിക്ക് അറിഞ്ഞൂടെ ഏട്ടായി. അപ്പൊ നിന്നോട് പറഞ്ഞില്ലേ എവിടെ പോകും? ഈ വീട്ടിൽ ആരാണ് ഏട്ടായി എന്റെ അടുത്ത് പറഞ്ഞിട്ട് പോണത്? ഏട്ടായി പോണ്ടെങ്കിൽ പോലും എവിടെയാണ് പോണേന്ന് എന്നോട് പറയാറില്ലല്ല. ഇപ്പൊ വരാട്ടാന്ന് പറഞ്ഞുകൊണ്ടും ഒരു പോക്കല്ലേ. പിന്നെയാണ് അച്ഛനും അമ്മയും പറയാൻ പോണത്. ഈ വീട്ടിലേ എനിക്ക് മാത്രമേ ഉള്ളൂ നിയമങ്ങള്. ഒന്ന് പുറത്തേക്ക് പോകണമെങ്കിലാ, ഒന്ന് എന്റെ വീട്ടിൽ പോകണമെങ്കിലാ ഞാൻ ഈ വീട്ടിലെ എല്ലാവരും സമ്മതം മേടിക്കണം. എവിടെയാണ് പോണത്, എപ്പ തിരിച്ചു വരും, അതെല്ലാം എല്ലാരും പറഞ്ഞു ബോധിപ്പിച്ചാലേ എനിക്ക് എന്റെ വീട്ടിലേക്ക് പോലും പോകാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവർക്കേ എവിടെ പോവാനും എപ്പോ വേണമെങ്കിലും തിരിച്ചു വരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ സ്വാതന്ത്ര്യം ഇല്ലാത്തത് ആർക്കാന്നറിയോ? എന്നെ പോലുള്ള ഭാര്യമാർക്കാണ്.